കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ ഹൈറിച്ച് തട്ടിപ്പ് കേസ് ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പായിരിക്കും. അതുമായി ബന്ധപ്പെട്ട് വിജേഷ് പിള്ളയും ഇന്ന് ED ഓഫീസിൽ എത്തിയിട്ടുണ്ടല്ലോ. OTT ഇടപാടുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം ചെയ്യൽ. നമുക്കറിയാം നേരത്തെ സ്വപ്ന സുരേഷും വിജേഷ് പിള്ളയ്ക്കെതിരെ ആരോപണമൊക്കെ ഉന്നയിച്ചിരുന്നു. ഇതിൽ ഈ വിജേഷ് പിള്ളയ്ക്ക് ഒരു OTT പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു. ആ പ്ലാറ്റ്ഫോം ഈ ഹൈറിച്ച് കേസിലെ പ്രതികളായ പ്രതാപനും ശ്രീനയും വാങ്ങിയിരുന്നു എന്നൊക്കെ കേട്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണോ ചോദ്യം ചെയ്യൽ? ആര്യ, അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ചോദ്യം ചെയ്യൽ. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ആര്യ നേരത്തെ സൂചിപ്പിച്ചതാണ്. നേരത്തെ സ്വപ്ന സുരേഷ് ഈ വിജേഷ് പിള്ളയ്ക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. OTT പ്ലാറ്റ്ഫോമിൽ അവരുടെ ജീവിതകഥ പറയാം എന്ന് പറഞ്ഞ് അവരെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നതായിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ CPM സംസ്ഥാന സെക്രട്ടറിയുടെ അടക്കം പേരുകൾ സ്വപ്ന ആരോപണമായി ഉന്നയിക്കുകയും അതിൽ പിന്നീട് കേസുകളൊക്കെ വരികയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. ആ OTT പ്ലാറ്റ്ഫോം പിന്നീട് വിജേഷ് പിള്ള ഈ ഹൈറിച്ച് ഉടമകൾക്ക് വിറ്റു എന്നതാണ് ED കണ്ടെത്തിയിരിക്കുന്നത്. ആ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വിജേഷ് പിള്ളയെ തുടർച്ചയായി 2ാം ദിവസം ED ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത്. ഹൈറിച്ച് ഉടമകളായ KD പ്രതാപനെയും ശ്രീനെയും നേരത്തെ ED 2 വട്ടം ചോദ്യം ചെയ്തിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആര്യ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പ് കേസ് എന്ന നിലയിലാണ് ഇതിനെ ഇപ്പോൾ ED അവതരിപ്പിക്കുന്നത്. കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണ ഇടപാട് ഈ ഹൈറിച്ചിന്റെ പേരിൽ നടന്നിട്ടുണ്ട് എന്ന സൂചനകളാണ് പുറത്തേക്ക് വരുന്നത്. അതിൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്.